നമസ്കാരം. ഡേ 44ന്റെ റിവ്യൂ ആണ്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് വളരെ ബോറായിട്ടാണ് എനിക്ക് തോന്നിയത്. വലുതായിട്ടൊന്നും അവിടെ സംഭവിച്ചതായിട്ട് തോന്നിയില്ല. അവസാനം അവര് അന്താക്ഷരിയൊക്കെ കളിച്ചുകൊണ്ട് ആ ഒരു സംഭവം നിർത്തി. എങ്കിലും അന്താക്ഷരി കാണാൻ ഒരു രസമുണ്ടായിരുന്നു. ഒരു സംഭവം ഒരു തമാശയൊക്കെ ഉണ്ടായിരുന്നു. ഇന്ന് പ്രധാനമായിട്ട് പറയാനുള്ളത്, എടുത്തു പറയാനുള്ള നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂസ് നമ്മുടെ സിജോ തിരിച്ചു വരുന്നു എന്ന് പറയുന്ന ഒരു ന്യൂസാണ്. ഇന്ന് വൈകുന്നേരം കയറി എന്നൊക്കെ അറിയുന്നു. ഇന്ന് വൈകുന്നേരമാണോ നാളെന്ന് അറിയത്തില്ല. എന്തായാലും ഇന്നത്തെ പ്രമോയിൽ നമുക്കത് മനസ്സിലാവും. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പുള്ളി കയറിയിരിക്കും എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന അപ്ഡേറ്റ്. അടുത്തത് നമുക്ക് എടുത്തു പറയാനുള്ളത് ഈ പറയുന്ന നമ്മുടെ സിബിന്റെ പിന്നെ പോക്കലാണ് അല്ലെ. സിബിൻ എന്ത് പറയുന്നു? സിബിൻ ഇന്നലെയൊക്കെ പോയിട്ട് തിരിച്ചു വന്നു. ഇന്ന് ഒരുവിധമൊക്കെ നല്ല രീതിയിൽ ആക്റ്റീവായിട്ട് ഇരിക്കുമെങ്കിലും ഇടയ്ക്കിടയ്ക്കൊക്കെ പിന്നീട് ഈ പറയുന്ന ആദ്യം നമ്മുടെ ശ്രീധുവിനടുത്ത് വിളിച്ച് പറയുന്നു. പിന്നീട് എനിക്ക് വീണ്ടും ഡോക്ടറെ കാണണമെന്ന് ആരുടെ ശ്രീധുവിന്റെ അടുത്ത് പറയുന്നു. ക്യാപ്റ്റനോട് പറയുന്നു. ക്യാപ്റ്റന്റെ അടുത്ത് വേറെ ആരെയും അറിയിക്കരുതെന്ന് പറയുന്നു. അതിനുശേഷം ഈ സിബിൻ പിന്നെ വന്നിട്ട് നമ്മുടെ ശ്രീരേഖ വിളിച്ചുകൊണ്ടെന്ന് എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്ക് എന്നെ എല്ലാവരും കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നു, അങ്ങനെയൊക്കെ ഈ പറയുന്ന ശ്രീരേഖ എടുത്തും പറയുന്നുണ്ട്. ഓക്കെ, ആ സമയത്ത് തന്നെ നമ്മുടെ എന്ത് ചെയ്യുന്നു, പിന്നീട് ബിഗ് ബോസ് വിളിക്കുന്നു. നിങ്ങളെ ഇവിടെ നിന്ന് മാറ്റിക്കണം, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് 2 ദിവസം ഈ ബിഗ് ബോസ് ബിഗ് ബോസ് വീട്ടിന്റെ പുറത്തേക്ക് മാറ്റുന്നു എന്നുള്ളത്. അവിടെയാണ് എനിക്ക് ഡൗട്ട്. ബിഗ് ബോസ് വീട്ടിന്റെ പുറത്തേക്ക് മാറ്റുന്നു എന്തിനു പറഞ്ഞു എന്നുള്ളതാണ്. അതായത് ഹോസ്പിറ്റലിലായിരുന്നെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു എന്നാണ് പറയാനുള്ളത്. വീടിന് പുറത്തേക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ വീട്ടിലേക്കാണോ പോയതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ തിരിച്ചു വരുമോ ഇല്ല എന്നുള്ള കേസിലും എനിക്ക് ഡൗട്ടുണ്ട്. ഈ കേസിൽ എന്തായാലും നോക്കട്ടെ, വരുന്നെങ്കിൽ വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ അവിടെ തന്നെ അവർ തന്നെ പറയുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഈ പറയുന്ന റസ്മിൻ പറയുന്നുണ്ട്, അവിടെ തന്നെ എനിക്ക് ഇവിടെ നിന്ന് പോകണം, 2 ദിവസം ഇവിടെ നിന്ന് മാറി നിൽക്കണം എന്നിങ്ങനെ ഈ നമ്മുടെ സിബിൻ പറഞ്ഞതായിട്ട് റസ്മിൻ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും സിബിന്റെ ആഗ്രഹം ബിഗ് ബോസ് സാധിച്ചു കൊടുക്കുന്നു. ബിഗ് ബോസിന്റെ വീട്ടിലേക്ക് മാറ്റുന്നു. അത് അവിടുത്തെ കുടുംബാംഗങ്ങളോട് ഇവരെല്ലാം വിളിച്ച് പറയുകയും ചെയ്തു. ആരോഗ്യ കാരണങ്ങൾ കൊണ്ട് 2 ദിവസത്തേക്ക് മാറി നിൽക്കുന്നു എന്നുള്ളത്. പിന്നെ എടുത്ത് പറയാൻ നമ്മുടെ ജാസ്മിന്റെ അസുഖമാണ്. ജാസ്മിന് പനിയായിരുന്നു, നല്ല വിറയിലും കാര്യം ഛർദ്ദലും അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. ജാസ്മിന് പലവട്ടവും എന്ത് ചെയ്യുന്നു, മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഇപ്പം ലാസ്റ്റ് നമ്മൾ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ജാസ്മിൻ അവിടെയുണ്ട്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മുടെ നിത്യഹരിത കാമുകനുമായിട്ട് സൊള്ളുന്നുണ്ട്. നീ എനിക്ക് കൊഞ്ചുന്നുണ്ട്, നീ എന്നെ ഇവിടെ ഇല്ലാതിട്ട് നിനക്ക് എന്തൊക്കെ തോന്നി, എന്നെ മിസ്സായി, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനിടയിൽ ഐ ലവ് യു ഒക്കെ പറയുന്നുണ്ട്. നീ എന്റെ ഹൃദയം തുറന്നതിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട് എന്നൊക്കെ നമ്മുടെ ഈ പറയുന്ന ഗബ്രി മോൻ പറയുന്നുണ്ട്. ശരി, ഓക്കെ, അതും അവിടെ തീർന്നു. പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് മോർണിംഗ് ആക്ടിവിറ്റിയിൽ നടന്ന ലെറ്ററുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണ്. മോർണിംഗ് ആക്ടിവിറ്റിയിൽ എന്താണ്, നിങ്ങളൊരു ഒരാളെ കുറിച്ച് കള്ളം പറയണം എന്നുള്ളതായിരുന്നു മോർണിംഗ് ആക്ടിവിറ്റി. പലരും പലരെക്കുറിച്ചും കള്ളങ്ങൾ കുറെയൊക്കെ പറഞ്ഞ വലിയ സീത് പറഞ്ഞ ഒരുവിധം രസമായിട്ട് എനിക്ക് തോന്നി. ഇത് ഗബ്രിയെ കുറിച്ച് പറഞ്ഞത്. ഇവിടെ ജിൻഡോ പറഞ്ഞ ഒരു കേസാണ്. അപ്പൊ ജിൻഡോ പറയുന്നത് ആരെക്കുറിച്ച്, റസ്മിനെ കുറിച്ചാണ് പറയുന്നത്. റസ്മിനെ കുറിച്ച് പറയുമ്പോൾ ജിൻഡോ പറയുന്നത്, ഞാൻ ഈ ബാത്റൂമിൽ കയറിയപ്പോൾ അവിടെ ഈ പറയുന്ന ടിഷ്യൂ പേപ്പറിൽ ഈ പറഞ്ഞത് എന്താണ്, നമ്മുടെ ലിപ്സ്റ്റിക് കൊണ്ട് എഴുതിയിട്ടിരിക്കുന്നത് മറ്റൊന്നുമല്ല. അതായത് ജാസ്മിൻ ഈ പറയുന്ന അർജുന്റെയും ശ്രീധുവിന്റെയും ലവ് കോംബോ സൂപ്പറാണെന്നും, അതുപോലെ തന്നെ അതിന്റെ ഏറ്റവും അവസാനമായിട്ട് ഈ ജബ്രി കോംബോ ഫ്ലോപ്പാണ് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ രീതിയിൽ പറയുന്നുണ്ട്. ഈ ഒരു സംഭവം മുമ്പും ആര് പറഞ്ഞിട്ടുണ്ട്, ഈ ജിൻഡോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇതിവിടെ കള്ളം പറയുന്നു എന്നുള്ള രീതിയിലാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു കേസ് ഒരു എന്തായി, പിന്നീട് അതിനുശേഷം അതൊന്നും എപ്പിസോഡിൽ കാണിച്ചില്ല, ഇനി പ്ലസിൽ കാണിക്കുമെന്ന് അറിയില്ല. ഈ ഒരു കേസ് ഒരു കേസായിട്ട് ആരും കൊണ്ട് കൊടുക്കുന്നു, ഈ പറയുന്ന റസ്മിൻ ഈ പവർ ടീമിന്റെ കൊടുക്കുന്നു. ഇങ്ങനെ ഞാൻ പുറത്തു പോയപ്പോൾ, അതായത് ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ പോയപ്പോൾ, അത് ഞാൻ പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത് എന്ന് പലയിടത്തും ആര് പറഞ്ഞുകൊണ്ട് നടക്കുന്നു, നമ്മുടെ ജിൻഡോ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ളത് കേസ് കൊടുക്കുന്നു. പക്ഷെ അവിടെ ഈ കേസ് തോൽക്കുന്നു. ജിൻഡോ വളരെ വിദഗ്ധമായിട്ട് എന്നെ കൗണ്ടർ ചെയ്യുന്നു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് അവിടെ നിന്ന് വന്നപ്പോൾ നീ ഡൗൺ ആയി, നല്ല പവർഫുൾ ആയിട്ട് പോയത്, നീ തിരിച്ചു വന്നപ്പോൾ ഡൗൺ ആയി എന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ജിൻഡോ ഒരു കള്ളമൊക്കെ പറഞ്ഞു. ജിൻഡോ അവിടെ പറഞ്ഞത് എന്താണ്, ഈ പറഞ്ഞാൽ അവൾ അവിടെ നിന്ന് അറിഞ്ഞിട്ടാണ് വന്നത് എന്നുള്ളതാണ്. അത് കോടതിയാണ്, കേസാണ്, അവിടെ കള്ളം പറയാം. നമുക്ക് കോടതിയിൽ നമുക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് കള്ളമൊക്കെ പറയാം. ഓക്കെ, അതിനിടയിൽ ഇവിടെ ഒരു അബദ്ധം കാണിച്ച മറ്റാരുമല്ല, നമ്മുടെ നമ്മുടെ നോറയാണ് അബദ്ധം കാണിച്ചത്. നോറ അതിന്റെ ഇടയിൽ ഈ പറയുന്ന ആരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പറയുന്ന റസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എണീറ്റ് എന്ന് പറയുന്നു. എന്റെ പഴയ കാലത്തെ ഒരു ഫോട്ടോ എന്തോ 2 കൊല്ലം മുമ്പ് എന്തോ ഈ ജിൻഡോയുമായിട്ട് നിന്ന് ബർത്ത്ഡേക്ക് എടുത്ത ഒരു ഫോട്ടോ, അത് വെച്ച് പുള്ളി ആ ഫോട്ടോയുടെ കേസൊക്കെ പുള്ളി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു എന്നുള്ള കേസ് നോറ പറയുന്നു. യഥാർത്ഥത്തിൽ ഇവർ പോയതിനു ശേഷമാണ് ആ ഒരു ഫോട്ടോ വൈറലാവുകയും നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് കിടന്ന് ഓടിയ സാധനം. അതങ്ങനെ ഈ പറയുന്ന നമ്മുടെ റസ്മിൻ അറിഞ്ഞു എന്നുള്ളതാണ് അല്ലെ. സോറി, ഈ നോറ എങ്ങനെ അറിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതിന് 2-3 ചാൻസസ് ഉണ്ട്. അപ്പൊ അവിടെ വെച്ച് തന്നെ ഈ പറയുന്ന ഇത് പറയുമ്പോൾ തന്നെ നോറ അവളെ തടയുന്നുണ്ട്.
റസ്മിൻ അവളെ തടയുന്നുണ്ടെന്ന് പറയണ്ട എന്നുള്ള തടയുന്നുണ്ട്. എന്തോ അബദ്ധം വിളിച്ചു പറഞ്ഞതുപോലുള്ള ഫീൽ ആയിരുന്നു പിന്നീട് ഈ പറയുന്ന നോറയ്ക്കും ഈ പറഞ്ഞ റസ്മിന്റെ മുഖഭാവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇത് രണ്ടും തിരിയില്ല. എന്തായാലും ഇത് പുറത്തുള്ള കാര്യമാണ് അല്ലേ, ഇവർ വന്നതിന് ശേഷം നടന്ന കാര്യമാണ്. അത് ഈ പറയുന്ന നോറ അറിയണമെങ്കിൽ ഒന്നി ഈ പറയുന്ന വൈൽഡ് കാർഡുകൾ 4-5 പേരൊന്നുമില്ല, 5-6 പേര് വന്നു, അവരുടെ വായിൽ നിന്ന് വീണതാവാം, അങ്ങനെ അറിഞ്ഞതാവാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ റസ്മിൻ തന്നെ പറഞ്ഞു കൊടുത്തതാവാം. റസ്മിൻ അവിടെ പുറത്ത് പോയി ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയോ എന്നൊക്കെ അറിയില്ല, ചിലപ്പം ആയിരിക്കാം. എന്തായാലും റസ്മിൻ പുറത്തു പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള കാര്യമാണ്. ആര് പുറത്തു പോയാലും, അതായത് ഈ പറയുന്ന ഈ മെഡിക്കൽ എമർജൻസി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2 ദിവസമൊക്കെ ചികിത്സയ്ക്കൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങൾ അറിയും. അപ്പോൾ അവിടെ ഡോക്ടേഴ്സ് കാണും, ഈ നേഴ്സ് കാണും, അവരെ പരിചരിക്കും. അങ്ങനെ അവരിൽ നിന്നൊക്കെ ഇവർ പുറത്തുള്ള കാര്യങ്ങൾ അറിയും, കൃത്യമായിട്ട് അറിയും. അപ്പോൾ ഏത് സീസൺ എടുത്ത് നോക്കിയാലും അവരറിയും. അവരറിഞ്ഞ് ഇവിടെ വന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇവർ എത്രയും അങ്ങനെ പുറത്ത് വിടാതെയും ഇരിക്കുന്നത്. അതായത് ഈ പറയുന്ന ജാസ്മിന് നല്ല പനിയായിട്ട് കൂടി ജാസ്മിന് പുറത്തു വിട്ടിട്ടില്ല. അവർ കൊണ്ടുവിട്ട് അപ്പേനെ തന്നെ തിരിച്ചുകൊണ്ട് അവർക്കറിയാം കൂടുതൽ സമയം നിന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ പുറത്തുള്ള കാര്യങ്ങൾ അറിയും. ജാസ്മിൻ പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നമാകും. അത് അവരുടെ ഷോയത്തിനെ ബാധിക്കും. കാരണം അത്രയും നെഗറ്റീവാണ് പുറത്ത് എന്ന് ജാസ്മിൻ അറിഞ്ഞാൽ ചിലപ്പോൾ ജാസ്മിന്റെ കളി മാറും, ചിലപ്പോൾ ജാസ്മിൻ പോകണമെന്ന് പറയും. അങ്ങനെയൊക്കെ പറഞ്ഞ പിന്നെ അവർ പെട്ടുപോകും. അതുകൊണ്ടാണ് വളരെ കൃത്യമായിട്ട് അതുകൊണ്ടാണ് ജാസ്മിൻ എന്ത് ചെയ്യാത്തത്, അവർ അഡ്മിറ്റ് ചെയ്യാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. റസ്മിൻ അഡ്മിറ്റ് ചെയ്തല്ലോ, റസ്മിൻ ഇതേ പണിയെന്നല്ല ഒരു അഡ്മിറ്റ് ചെയ്ത് രണ്ടാമത്തെ ദിവസം കൊണ്ടത്. ഇപ്പോഴും ഈ പറയുന്ന ജാസ്മിന് പൂർണ്ണമായിട്ടൊന്നും മാറിയിട്ടില്ല. ചെറിയ ആ ഗുളികയുടെ ഇഞ്ചക്ഷന്റെ ഒക്കെ പുറത്ത് ഒരു ബലമായിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. വേണമെങ്കിൽ ഇവർക്ക് അഡ്മിറ്റ് ചെയ്യാം, പക്ഷെ അവർ അഡ്മിറ്റ് ചെയ്യില്ല. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തുള്ള കാര്യങ്ങൾ അറിയും. പിന്നെ ഇവിടെ വന്നിട്ട് ഇവർക്ക് പോകണം എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ TRP കുറയും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജാസ്മിനെ ഇവിടെ നിർത്തിക്കൊണ്ട് മാക്സിമം നെഗറ്റീവ് ആയിക്കൊണ്ട് ഏതെല്ലാം രീതിയിൽ ഷോ ഹിറ്റാക്കാൻ പറ്റൂ, ഏതെല്ലാം രീതിയിൽ ഊർത്തിയെടുക്കാൻ പറ്റൂ, അതൊക്കെ അവർ ചെയ്യും. അതിനുശേഷം വന്ന ഒരു ടാസ്ക് ഉണ്ട്. ടാസ്ക് മറ്റൊന്നുമല്ല, ഈ പറയുന്ന പവർ ടവർ എന്ന് പറയുന്ന ടാസ്ക് അല്ലേ. പവർ ടവർ എന്ന ടാസ്കിൽ ഈ പറയുന്ന പവർ ടീമിലേക്ക് കയറാനുള്ള ഫസ്റ്റ് ടാസ്ക് ആയിരുന്നു. അതിനകത്ത് ജയിച്ചത് പിന്നീട് നമ്മുടെ ജിൻഡോയുടെ ടീമായിട്ട് ടീം ഡെൻ ആണ് ജയിച്ചത്. അത് മറ്റൊന്നുമല്ല, മറ്റേ സ്പോഞ്ച് പോലെ ഒരു സാധനം ഇങ്ങനെ ടവർ പോലെ ഇങ്ങനെ അടുക്കുക, ബസർ അടിക്കുമ്പോൾ ഏറ്റവും കൃത്യമായിട്ട് ഏറ്റവും ഉയരത്തിൽ ആരാണ് അടിക്കിയത് അവരാണ് വിജയി എന്നുള്ളതാണ്. എല്ലാവരും നല്ലൊരു കളിച്ചു എന്നുള്ളതാണ്. അതായത് 3 പേരാണ് പങ്കെടുത്തത്. ജിൻഡോയുടെ ടീമിൽ 2 പേരേ ഉള്ളതുകൊണ്ട് സീതുവിനെയും കൂടി എന്ത് ചെയ്യാൻ പറഞ്ഞു, ജിൻഡോയുടെ ടീമിലേക്ക് ജിൻഡോയുടെ ടീമിനെ സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ കളിച്ചു. ജിൻഡോ ആദ്യം തന്നെ എല്ലാവരും സംഭവം തകർക്കാൻ വേണ്ടി ശ്രമിച്ചു. അവിടെ എന്ത് ചെയ്തു, അത് സായി ആയിക്കോട്ടെ, ജിൻഡോ ആയിക്കോട്ടെ, പിന്നീട് ആരാണ് നമ്മുടെ എല്ലാവരും, അർജുൻ ആയിക്കോട്ടെ, അഭിഷേക് ശ്രീകുമാർ ആയിക്കോട്ടെ, അഭിഷേക് കെ ആയിക്കോട്ടെ, ഇവരെല്ലാവരും വളരെ കൃത്യമായി നല്ല സൂപ്പറായിട്ട് കളിച്ചു എന്നുള്ളതാണ്. ജിൻഡോയിനൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട് അഭിഷേക് ശ്രീകുമാർ. അതുപോലെ തന്നെ ഈ പറയുന്ന ആരാണ് അർജുൻ വരെ ജിൻഡോയെ പിടിച്ച് തള്ളുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ജിൻഡോയ്ക്ക് പിടിച്ച് ഇവർ പലരും ഈ പറയുന്ന പിടിച്ച് തള്ളുമ്പോഴേക്കും ഈ സാധനമൊക്കെ എടുത്ത് പുറത്തിറങ്ങുകയോ അവർക്ക് കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യണമായിരുന്നു. അതുമല്ല ഇത് കൊടുക്കുമ്പോഴേ ഇത് കുറച്ചും കൂടി ഒരു ഫൈറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കട്ടകളില്ലേ, ഈ കട്ടകൾ 1-2 കുറച്ച് കൊടുക്കാറുണ്ട്. അതായത് 3 സെക്ഷൻ ഉണ്ടല്ലോ, അത് ഏതെങ്കിലും ഒരു കട്ട എടുത്ത് മാറ്റിക്കഴിഞ്ഞെങ്കിൽ, ഇപ്പം നടുക്കിരിക്കുന്ന ഒരു കട്ട എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്കേ അത് കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് ഫൈറ്റ് ഉണ്ടാകുമായിരുന്നു. പിന്നെ കറക്റ്റ് രീതിയിൽ ബസർ അടിച്ചതും ഈ പറയുന്ന ജിൻഡോയുടെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്നുള്ളതിനും എനിക്ക് സംശയമുണ്ട്. ജിൻഡോയുടെ ടീം കൃത്യമായിട്ട് വെച്ചപ്പോൾ ആ കൃത്യസമയത്ത് തന്നെ അവർ ബസർ അടിക്കുന്നു. ബസർ അടിച്ചതിന് ശേഷം എന്ത് പറയുന്നു, ആ ബസർ അടിച്ചപ്പോൾ കൃത്യമായിട്ട് അടുക്കിയത് ആരാണ് അല്ലെങ്കിൽ വെച്ചത് ആരാണെന്ന് ചോദിച്ച് ജിൻഡോയുടെ ടീമിനെ ജയിപ്പിക്കുന്നു. ജിൻഡോയുടെ ടീമിനെ അവർ ജയിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അത് മനഃപൂർവ്വം ചെയ്തിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തോ ഒരു പ്ലാൻ ഉണ്ട്. അതായത് ജിൻഡോയുടെ ടീം ജയിച്ചു, അടുത്ത കളിയും ജിൻഡോയുടെ ടീം ജയിച്ച് ഈ ജിൻഡോയുടെ ടീം തന്നെ എന്ത് ചെയ്യണം, പവർ ടീമോട്ട് കളിക്കണം. അതായിരിക്കും അവരുടെ പ്ലാൻ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജിൻഡോയുടെ ടീമിൽ ആരൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അല്ലേ. ജിൻഡോയുടെ ടീമിലുള്ളത് ജിൻഡോ മാത്രമേ എനിക്ക് നമ്മുടെ ആണുങ്ങളായിട്ടുള്ളൂ അല്ലേ, ബാക്കി 3 പെൺകുട്ടികളാണ് അല്ലേ. അങ്ങനെയല്ല എനിക്ക് തോന്നുന്നത്. ജിൻഡോയുടെ ടീമിൽ ആരൊക്കെ ഉണ്ട്, ഈ പറയുന്നുള്ള അപ്സരയുണ്ട്, പിന്നെ ആരാ ഉള്ളത്, അപ്സര, അങ്ങനെ പെണ്ണുങ്ങളാണല്ലോ എന്തായാലും ജിൻഡോയുടെ ടീമിലുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ അൻസിബ. അപ്പൊ ഈ പെൺകുട്ടികളാണ്. അപ്സര ഇപ്പോഴത്തെ ടീമിലാണ് അല്ലെ. അൻസിബയും ഈ പറയുന്ന ജിൻഡോയും എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇവളാണ്, ആര്, നമ്മുടെ മുല്ലപ്പൂ. ഈ 3 പേരാണ് ഉള്ളത്. അപ്പം അവിടെ പെണ്ണുങ്ങളാണ് കൂടുതൽ. ജിൻഡോ മാത്രമേ ഒരു ആണായിട്ടുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം. ഞാൻ മുമ്പേ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പവർ ടീമില് ഇപ്പോഴുള്ള പവർ ടീമിനെ വീണ്ടും നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുമെന്നുള്ളത്. അതായത് ഇപ്പം സായിയുടെ ടീമിനെ അവർ ജയിപ്പിച്ചു കഴിഞ്ഞാൽ അവസാനം പവർ ടീമിന് നല്ലൊരു കോമ്പറ്റേറ്റർ ആയിരിക്കും, നല്ലൊരു കോമ്പറ്റീഷൻ ആയിരിക്കും, നല്ലൊരു ഫൈറ്റ്. അതായത് പവർ ടീം ഈ പറയുന്ന സായിയുടെ ടീം ജയിച്ച് പവർ ടീമുമായിട്ട് കോർക്കാൻ വന്നു കഴിഞ്ഞാൽ അവസാനം സായിയുടെ ടീം ജയിക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ജിൻഡോയുടെ ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവർ പരമാവധി ശ്രമിക്കും. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചു. അടുത്ത കളിയും
ഈ പറയുന്ന ഫൈനൽ കളിയിൽ പവർ ടീമിന്റെ കൂടെ കളിക്കാൻ പോകുന്നത് ജിഞ്ചർ ടീമായിരിക്കും. അതിന് മാറ്റമൊന്നുമില്ല. ജിഞ്ചർ ടീമിന് കാരണം അവിടെ പെൺകുട്ടികളാണ് കൂടുതൽ, ജിഞ്ചർ മാത്രമേ ആൺകുട്ടികളായിട്ടുള്ളൂ. അപ്പം ഈ പറയുന്ന പവർ ടീമിന് ജയിക്കാനുള്ള ചാൻസസ് കൂടും. എങ്ങനെയെങ്കിലും ഈ പവർ ടീമിനെ തന്നെ അടുത്ത ആഴ്ചയും കൂടെ നിലനിർത്താൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും. അവർ അത് തന്നെ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അതിനുശേഷം ഒരു അന്താക്ഷരി, പിന്നീട് ഒരു അന്താക്ഷരി കളിക്കുന്നു. അത് ഈ പറഞ്ഞൊരു ഫണ്ണായിട്ടുള്ള ഒരു അന്താക്ഷരി, കുറച്ചു നേരം പാടി കളിച്ചൊക്കെ അങ്ങ് തീർന്നു. അപ്പൊ ഇതാണ് ഇത്രയേ ഉള്ളത്. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇനിയിപ്പോ നോക്കട്ടെ, ഇനി നമ്മുടെ ഇത് കണ്ടിട്ട്, പ്രമോ കണ്ടിട്ട് സിജോയുടെ എൻട്രി ആയിട്ടോ എല്ലാം കാണിക്കുന്നു നോക്കാം. എങ്കിലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.